കേട്ടോ. കടുക് ചൂടായി. രണ്ട് തണ്ട് കറി. ഇനി സവാള വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടും. സവാള ഒന്ന് നിറം മാറി കഴിയുമ്പോഴത്തേക്കും കോവയ്ക്ക ഇടുന്നു. സവാള നന്നായിട്ട് വേവണം. ഇനി ഈ സവാളയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ആ നടുവിൽ വെളിച്ചെണ്ണയിലോട്ട് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. നടുക്കിടുന്ന വെളുത്തുള്ളി ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കൊന്ന് മറച്ച് വെച്ചിടാം. സവാള നല്ല നിറം മാറി ബ്രൗൺ നിറത്തിലോട്ട് വന്നിട്ടുണ്ട്. സവാള അത്യാവശ്യം വെന്തിന് നമുക്ക് ഇതിലോട്ട് കോവയ്ക്ക ഇട്ടു. കോവയ്ക്ക് മെഴുക്ക് വരട്ടിയാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് ഇതിന് വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഒരല്പം കൂടെ ഇതിൻ്റെ പാകത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കാം. ഒരല്പം ഉപ്പും കൂടെ ഇട്ട് ഉപ്പ് വെന്ത് കോവയ്ക്കയിലൊക്കെ പിടിക്കും. നന്നായിട്ടൊന്ന് അരച്ച് വയ്ക്കും. ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. 5 മിനിറ്റ് അങ്ങനെ ഇരുന്ന് വേവണം. വെന്തിട്ട് തുറന്നൊന്ന് മറിച്ച് നോക്കാം. നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്ക് 1 മിനിറ്റ് ആകുമ്പോൾ ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കണം. വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കോവയ്ക്ക പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ്. കോവയ്ക്ക മെഴുക്ക് വരട്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് മറിച്ച് വയ്ക്കണം. കോവയ്ക്കയിൽ നല്ല ജലാംശം ഉള്ളതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് ഒരല്പം മുളക് പൊടി, ചെറിയ സ്പൂണിന് ഒരല്പം. കുറച്ച് ജീരകം പൊടിച്ച് 1/4 ടീസ്പൂൺ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്.
ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒന്ന് വറുത്തുവിടുക, ചെറുതായിട്ട് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മറ്റ് മസാലകളിലൊന്നും ആവശ്യമില്ല, നല്ല നിറവും ആവശ്യമില്ല, ചെറിയ നിറം മതി. നല്ല ടേസ്റ്റുള്ള സാധനമാണ് കോവയ്ക്ക മെഴുക്ക് പുരട്ടി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. വെന്ത് അടിപൊളിയായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട്